സുമംഗലേ ചായ. അയ്യോ വീടല്ലേ മോർച്ചറിയാ. ഞാൻ ചത്ത. ഞാൻ മാത്രമല്ല വീണ്ടും 2 ഉണ്ടാ. ഏജി മോർച്ചറി. ഒരിച്ചിരി എനിക്കും. മോരിച്ചിന്നല്ല മോർച്ചറിന്ന്. അയ്യോ എന്താ മോർച്ചറി? അതെ ഞാനിവിടെ എത്തി. ഇട നീ ചത്തടാ. നിങ്ങക്ക് കരയണം ചിരിക്കണം എന്നൊക്കെ അപ്പുറത്തെ വാടി പോയി നിൽക്കും. മനുഷ്യർക്ക് ഉറങ്ങണം. ഇനി അങ്ങോട്ട് ഉറക്കവേ ഉള്ളൂ. ഡീ ചത്തന്ന് ഇതാ നോക്ക മോർച്ചറി കണ്ട. ആര് ചത്ത്? നീ ചത്ത്. അയ്യോ അയ്യോ ഞാൻ ചത്ത. അയ്യോ പിന്നെ വീട്ടുകാരൊക്കെ ഞാൻ എങ്ങനെ കാണും? കരച്ചിലുണ്ട് കരച്ചിലുണ്ട്. ഇങ്ങോട്ട് നമ്മള് 3 പേരും ചത്ത് ഇപ്പൊ പ്രേതമായി. ഇനിയിപ്പോ കുറച്ച് കഴിയുമ്പോ ഡോക്ടർ വന്ന് നമ്മളെ പോസ്റ്റ്മോർട്ടം ചെയ്ത് നമ്മളെ മണ്ടേ നമ്മുടെ വെട്ടിക്കേറും. അതിനു മുമ്പ് നമുക്ക് എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു മുന്നോട്ട് ഇരിക്കാം. എന്താ? അതെ. എന്താണ് നിന്റെ പേര്? ശ്രവി. ഗുഡ് ടൈം ഗുഡ് നൈറ്റ്. മോനെ നീ എങ്ങനെയാടാ മരിച്ചത്? ഞാൻ പട്ടി കടിച്ചാണ് മരിച്ചത്. പറയും ചേട്ടാ. പട്ടി എന്ന് പറഞ്ഞ മോശപ്പെട്ട വാക്കാണ്. പിന്നെ വാക്കല്ല, പക്ഷെ ആളുകളോട് എങ്ങനെ പറയും പട്ടി കടിച്ച് മരിച്ചെന്ന്? അതെ നമ്മൾ പറയുമ്പോ ഒരു വെയിറ്റ് വേണം. വെയിറ്റ് ഇട്ട് ചാവണം. മരിക്കുമ്പോ ഒരു വെയിറ്റ് വേണം. ചേട്ടൻ എങ്ങനെ മരിച്ചത്? ആന ചവിട്ടി. അത്രയും വെയിറ്റ് വേണം. അതെ അതെ. ചേട്ടാ ചേട്ടാ ഡോക്ടർ വരുന്നുണ്ട്. ഡോക്ടർ വരുന്നുണ്ട് ചേട്ടാ. ഡോക്ടർ പോയി. അയ്യോ ഡോക്ടർ പോയേ. ഇനി നമ്മൾ ആരും പോസ്റ്റ്മോർട്ടം ചെയ്യോ? ഡോക്ടർ പോയേ. ഡോക്ടർ പോയെന്ന് ചത്തതെന്നല്ല, അങ്ങോട്ട് പോയെന്ന്. അതെ ഇങ്ങോട്ട് വന്നേ. ഈ പോയ ഡോക്ടർ ഉണ്ടല്ലോ പരമ ചെറ്റയാണ്, പരമ ദുഷ്ടനാണ്, പരമ നാറിയാണ്. എന്താണ്? ഒരു ദിവസം ഒരു രോഗി മരിച്ചു എന്ന് പറഞ്ഞിട്ട് ഈ മോർച്ചറി കൊണ്ട് കിടത്തി. കുറച്ചു കഴിയാനും രോഗി എഴുന്നേറ്റിരുന്നു. ചത്തുപോയി എന്ന് പറഞ്ഞ രോഗി എഴുന്നേറ്റിരുന്ന ആർക്കാണ് അണക്കേട്? ഡോക്ടർക്ക് ആണല്ലോ. പുള്ളി എന്തെന്നറിയാമോ? പുള്ളിയുടെ കയ്യിലുള്ള ഹാമർ കണ്ട, ഹാമർ ഇട്ട് തലക്കടിച്ച് അപ്പ തന്നെ തീർച്ചു. അതിനാണ് ഈ ഹാമർ ഇയാൾ കൊണ്ടു നടക്കുന്നത്. അതൊന്നുമല്ല, പുള്ളിയുടെ കയ്യിൽ ഹ്യൂമർ ഇല്ല, അതുകൊണ്ടാണ് ഹാമർ. ഞാൻ സത്യത്തില് പട്ടി കടിച്ചല്ലേ മരിച്ചത്. അല്ലേ? അല്ലാന്ന് ഞാനേ വീട്ടിലിരിക്കുമ്പോ എന്റെ ഭാര്യയുടെ അമ്മയും അച്ഛനും വീട്ടിലേക്ക് കയറി വന്നു. അപ്പൊ എന്റെ ഭാര്യ പറഞ്ഞു, നിങ്ങൾ ഈ മരം പോലെ നിൽക്കാതെ എന്തെങ്കിലും പോയി കൊണ്ടുപോകാന്ന് പറഞ്ഞു. അത് സ്വാഭാവികം. അമ്മായിയപ്പൻ വന്നല്ലേ, അമ്മായി അമ്മ വന്നല്ലേ, അങ്ങനെ തന്നെ ചെയ്യണം. എന്ത് കൊണ്ടുവന്ന്? ഞാൻ അവർക്ക് തിരിച്ചു പോകാനുള്ള ഓട്ടോറിക്ഷ വിളിച്ചോണ്ട് വന്നു. പിന്നെ ഒന്നും ഓർമ്മയില്ല, തലക്കൊരു ഒറ്റ അടി, എന്റെ തല പൊട്ടി ചെളി ചിതറി. തല പൊട്ടി ചോര ചെറിയെന്നല്ലേ പറയുന്നത്? ചെടിച്ചട്ടി വെച്ച് അടിച്ചാൽ ചെടിയല്ലേ അല്ല. ബൈ ദ വേ, മോളിന്റെ പേരെന്താണ്? മിനി. ഓ മിനി. ഓമിനി നല്ല വണ്ടിയാണ്. പേരാ പറഞ്ഞ മിനി. മിനി. മോളു എങ്ങനെയാണ് മരിച്ചത്? ഞാന് ചേട്ടാ, എന്റെ ഹസ്ബൻഡേ ഒരു വലിയ പേരായിരുന്നു. എന്തായിരുന്നു പേര്? കിച്ചു. കുഞ്ഞു പേരല്ലേ? കിച്ചു ഒന്ന് കുഞ്ഞു പേരാണ്, പക്ഷെ ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. നാട്ടിലൊക്കെ എന്റെ ചേട്ടന് വലിയ പേരായിരുന്നു. അത് ഈ വാരികയിൽ എഴുതുന്ന പേരാണോ? അതല്ല. സ്പോർട്സിലാണോ വായനയിലാണോ എഴുത്തിലാണോ? എന്തിലാ പേര്? എഴുത്തില്. എന്താ പേരെന്താ? മാങ്ങാണ്ടിത്തോട്ടത്തിൽ ചപ്രത്തലയൻ കിച്ചു. അവൻ ശരിക്കും മാങ്ങാണ്ടിയാണ്. എഴുതുമ്പോ വലുതായിരുന്നു. അതെ, ഈ ചേട്ടനാണെങ്കിൽ ഒരു പ്രശ്നമുണ്ട്. ഡെയിലി രാത്രി കട്ടിൽ കണ്ട അപ്പ ഉറങ്ങും. കട്ടിൽ കണ്ട ഇങ്ങനെ ഡെയിലി ഇങ്ങനെ ഉറങ്ങണ ആരോട്? ഞാൻ അയാളുടെ ഒരു ഭാര്യയല്ലേ, എനിക്ക് ഒരുപാട് മോഹങ്ങളുണ്ടല്ലോ, എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ടല്ലോ. അപ്പൊ ഞാനേ ചേട്ടനോട് ഒരു ചോദ്യം അങ്ങ് ചോദിച്ചു. നീ കൊളമാക്കരുത്. ഞാൻ പ്രേതമൊക്കെ എങ്ങനെ സഹിക്കും? നമുക്ക് ഓക്കെ ആണല്ലോ. മോളു എന്താണ് ചോദിച്ചത്? എന്താന്ന് ചോദിച്ചാലേ പറഞ്ഞോ. എന്താ ചോദിച്ചത്? പ്രേതങ്ങളല്ലേ? പറഞ്ഞോ, കുഴപ്പമില്ലല്ലോ. നോ പ്രോബ്ലം. വൈറലാവൂല, പറഞ്ഞോ. ഈ കട്ടില് കണ്ട പെട്ടെന്ന് എങ്ങനെയാ ചേട്ടാ ഉറങ്ങാൻ പറ്റണേന്ന് ചോദിച്ചു.
എങ്ങനെ ഇരിക്കുന്നു? ഇതാണ് കുഴപ്പം. അപ്പൊ അതാണ്. എന്നിട്ട് എന്താ സംഭവിച്ചത്? അപ്പൊ ചേട്ടൻ പറഞ്ഞ് നമ്മുടെ മനസ്സിലുള്ളതെല്ലാം തുറന്നു പറഞ്ഞാലേ എല്ലാവർക്കും കട്ടിൽ കണ്ട് അപ്പൊ തന്നെ സുഖമായിട്ട് ഉറങ്ങാന്ന്. എന്നിട്ട് അപ്പൊ ഞാൻ എന്റെ മനസ്സിലുള്ളതെല്ലാം തുറന്ന് ചേട്ടനോട് അങ്ങ് പറഞ്ഞു. സത്യോട്ടാ, മനസ്സിലുള്ള എല്ലാം തുറന്നു പറഞ്ഞാൽ നമുക്ക് സൂപ്പറായിട്ട് ഉറങ്ങാൻ പറ്റും. ചേട്ടനൊപ്പോ? ചേട്ടൻ ഉറക്കം അന്നത്തോടുകൂടി പോയി. അതെ, ചേട്ടൻ ഉറക്കം പോയി. പിന്നെ എന്നാ സംശയമായി, അടിയായി, ഇടിയായി, ഒന്നും രണ്ടും പറഞ്ഞ് ഞങ്ങൾ അങ്ങ് വഴക്കായി. എന്നിട്ട് 64. അതല്ലടാ, എന്നിട്ടെന്ന് പറഞ്ഞാ ഇതുപോലെ സംശയമായല്ലോ. അപ്പൊ ഒരു ദിവസം കള്ളു കുടിച്ചിട്ട് വന്നിട്ട് ഒരൊറ്റ ചവിട്ട് എനിക്ക്. അപ്പൊ എന്റെ ബോധം പോയി ചേട്ടാ. എന്നെ അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് ഇപ്പൊ ഞാൻ മോർച്ചറിയിൽ പോയി, ഞാൻ ചത്തും പോയി. ഈ നാറ് എപ്പോഴും വന്നത് ചേട്ടാ. പോയി ചേട്ടാ, പോയി. ഇപ്പൊ എനിക്കൊരു കാര്യം തീരുമാനം. ചേട്ടന്റെ ആന പോയി, എനിക്ക് എന്റെ ഭർത്താവും പോയി, ചേട്ടന്റെ ഭാര്യയും പോയി. നമ്മളെല്ലാരും തുല്യ ദുഃഖിതരാ ചേട്ടാ. ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഞാൻ പറയുന്നത് തെറ്റാണോ ഇല്ലെന്ന് എനിക്കറിയില്ല. ഞാൻ പറയുകയാണെങ്കിൽ കർണത്തടി വീഴും. അതെ, നമുക്ക് തമ്മിലൊന്ന് പ്രണയിച്ചാലോ? അല്ല, പ്രണയിച്ചാലോ? ചേട്ടന്റെ മനസ്സിൽ അങ്ങനെ തോന്നിയ? എന്റെ മനസ്സിൽ അങ്ങനെ തോന്നി. എനിക്കും തോന്നിയ. ഇനി ഞാനൊരു സത്യം പറയട്ടെ. ഇനിയുള്ള ഈ മിനിയുടെ പ്രേത ജീവിതം എന്റെ ബിനിച്ചേട്ടന്റെ കൂടെ. ഞാനും ഇനി ഒരു സത്യം പറയാൻ പോവാണ്. ഇനിയുള്ള എന്റെ പ്രേത ജീവിതം എന്റെ മിനിയോടൊപ്പം ആയിരിക്കും. സത്യം. എന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ജനിക്കാതെ പോയ മകനെ ജനിക്കാതെ പോയ മാമനായിട്ട് കാണാൻ കേട്ടടാ. ഞാൻ വേറൊരു കാര്യം പറയട്ടെ. നമ്മൾ മൂന്നുപേരും നിസ്സാര പ്രശ്നമായിട്ട് ഇവിടെ വന്നതാ. പക്ഷെ നമ്മൾ ചത്തല്ല, നമ്മളെ കൊന്നതാണ്. ആ ഡോക്ടർ ശരിക്കുള്ള ചികിത്സ തരാതെ നമ്മളെ കൊന്നതാണ്. ഇത് എനിക്ക് പ്രതികാരം ചെയ്യണം. എന്റെ കയ്യിൽ ഐഡിയ ഉണ്ട്. എന്റെ കയ്യിൽ, അതായത് നമ്മൾ തന്നെ ചത്ത പ്രേതങ്ങളാണ്. ഇവൻ നമുക്ക് വെറുതെ വിടാൻ പാടില്ല. ഞാൻ പറയുന്നത് നിങ്ങൾ സശ്രദ്ധം കേൾക്കും. ഓക്കെ, ഇവൻ എന്തായാലും നമ്മളെ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വരുന്ന സമയത്ത് നമ്മൾ അവനെ ആക്രമിച്ച് കൊല്ലണം. എന്നിട്ട് അവനെ നമ്മളെ ഫാമിലി ഡോക്ടറാക്കി മാറ്റണം. This is the circumstances nations up to the procedures affected with the Yes, very correct. I love it. Oh yeah. Just understanding is very clever. In his creation is I make a job. Yeah. മാമാ, നീ എന്താ ഇടയ്ക്ക്? ഞാനേ നീ അതെ ചേട്ടാ, ഈ ഡോക്ടർ വരുമ്പോ നമുക്ക് എന്തായാലും കൊല്ലണമല്ലോ. അപ്പൊ എന്തൊക്കെ തയ്യാറെടുപ്പ് ഞാൻ പറഞ്ഞുതരാം. അതായത് ഡോക്ടർ വരുമ്പോ നമ്മൾ അവനെ ചിരിക്കണം. നമ്മൾ സാധാരണ മനുഷ്യരെ കണക്ക് ചിരിച്ചിട്ട് കാര്യമില്ല, പ്രേതങ്ങളെ കണക്ക് ചിരിക്കണം. പ്രാക്ടീസ് ചെയ്യൂ, ചിരിക്കൂ. വെറുതെ ലാഗടിക്കണ്ടല്ലോ, അപ്പൊ ഷോർട്ടാക്കി വെറുതെ എന്തായാലും ഞാൻ 1, 2, 3 എന്ന് പറയാനും അപ്പൊ ആക്രമിച്ചോ. നാറി ചത്തില്ലേ കൊല്ലും ഞാന് റെഡി. എന്റെ അടുത്ത് പറയാണ്. പോരാ അങ്ങോട്ട്. എടാ, നീ ഞങ്ങളെ കൊന്നല്ലേ?
ഞങ്ങൾക്ക് നിന്റെ രക്തം വേണം, രക്തം വേണം, എനിക്ക് നിന്റെ രക്തം വേണം. അവക്ക് രക്തം വേണമെങ്കിൽ എനിക്ക് നിന്റെ ലിവർ വേണം. എനിക്ക് liver ഭയങ്കര ഇഷ്ടം. അതെ, അതെ. സ്വർണ്ണ പണ്ടത്തിന് വില കയറിയത് കാരണം ഇവളെ കെട്ടാൻ വേണ്ടിട്ട്, ഇവളെ താലി കെട്ടാൻ വേണ്ടിട്ട് എനിക്ക് നിന്റെ കൊടലും പണ്ടവും വേണം. നിസ്സാര പ്രശ്നമായിട്ട് വന്ന ഞങ്ങള് കൊന്നില്ലടക്കല്ല ഡോക്ടറെ. എന്തായി കാണിക്കണേ? പ്രേതം നിങ്ങളൊക്കെ മരിച്ചെന്ന് ആരാ പറഞ്ഞേ? ഞങ്ങൾ മരിച്ചില്ലേ? മരിച്ചില്ല. മോർച്ചറി കിടക്കല്ലേ ഞങ്ങള്? എന്റെ പൊന്നെ, നിങ്ങളാരും മരിച്ചിട്ടില്ല. പിന്നെ അതായത് ഇതൊരു പഴയ ഗവൺമെന്റ് ആസ്പത്രിയാണ്. അതുകൊണ്ട് അവിടെ അങ്ങ് വാർഡിൽ കട്ടിൽ ഒഴിവില്ല, നിറച്ച് തിരക്കാണ്. അതുകൊണ്ട് മഴ പെയ്യുമ്പോ നന്നായിട്ട് ചോരും ചെയ്യും. അതുകൊണ്ട് ഇവിടെ ആകെ ചോർച്ചയില്ലാത്തൊരു സ്ഥലം മോർച്ചറിയാണ്. അതുകൊണ്ട് കട്ടിൽ ഒഴിയുന്നവരെ നിങ്ങൾ തൽക്കാലം ഇവിടെ കിടത്തിയല്ലേ? ചത്തിട്ടില്ല. അതെ, നിങ്ങളെ കുടുംബക്കാരൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. എന്നെ തൊടു. നീ തൊടണ്ട, ഞാൻ തൊടാണ്ടല്ലോ. നിങ്ങളാരും മരിച്ചിട്ടില്ലല്ല. നിങ്ങളെ കുടുംബക്കാരൊക്കെ പുറത്ത് നിൽപ്പുണ്ട്. നിങ്ങളെ കെട്ടിയോ പുറത്ത് നിൽപ്പുണ്ട്. നിങ്ങളെ ഭാര്യ പുറത്ത് നിൽപ്പുണ്ട്. നിങ്ങളെ ബന്ധക്കാരൊക്കെ പുറത്ത് നിൽപ്പുണ്ട്. മനസ്സിലായ? സുമംഗലി, ഞാൻ ഉണ്ട്. സുമംഗലി, അതെ, അവരൊക്കെ ഓടിപ്പോയി. നിങ്ങളെന്താ ഓടാണ്ട് നിൽക്കണേ? ഞാൻ ഓടൂല. എന്താ? ഇതിനും വലിയ ഹാമറായിട്ട് പുറത്തൊരാളിരിപ്പുണ്ട്. അതാര്? ഈ ഷോയുടെ ഡയറക്ടർ. അവരങ്ങോട്ടാണ് ഓടിയേക്കുന്നത്. കിട്ടാളല്ലേ അവര് മേടിച്ചോളും. അയ്യോ കിട്ടി. ഇതെന്താ ചെയ്തത്? ഞാനാ ഇത് എഴുതിയത്. സാർ എന്നെ ഇടിക്കുന്നതിന് മുമ്പ് സ്വയം അങ്ങ് തീർന്നതാടാ. കോമഡി